have a great day. We have to make it a great day. Now go out there and make it a great day. ഹായ് ഹലോ, ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ്. അത് കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓൺലൈൻ പ്രെയർ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലതായിട്ട് വിശന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ബ്ലിങ്കിറ്റിന്ന് കുറച്ച് യോഗട്ട് ഒക്കെ ഓർഡർ ചെയ്യാന്ന്. അങ്ങനെ ഞാൻ ഇന്ന് യോഗട്ട് മ്യൂസിലി ആട്ടോ രാവിലെ കഴിക്കാൻ പോകുന്നേ. ഇപ്പൊ വിചാരിക്കും, അവള് മ്യൂസിലിയൊക്കെ കഴിക്കൂ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ഷോപ്പിൽ പോയപ്പോൾ മ്യൂസിലി കണ്ടു, അത് വാങ്ങിച്ച്. ഇനി അത് തീരുന്ന വരെ ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ രാവിലത്തെ ഫുഡ്. അങ്ങനെ ഞാനൊരു പ്ലേറ്റിലോട്ട് യോഗട്ടും അതേപോലെ തന്നെ 2-3 സ്പൂൺ മ്യൂസിലിയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതൊരു പ്ലേറ്റിലാക്കിയിട്ട് ഞാനങ്ങനെ പോയിരുന്ന് കഴിക്കാൻ പോവാട്ടോ. ഇതെല്ലാം ഞാൻ പുറത്തിരുന്നാണ് കഴിക്കുന്നത്. കാരണം ഒന്നാമതേ ഇപ്പം ബാംഗ്ലൂരിൽ നല്ല തണുപ്പാണ്, വെതറൊക്കെ നല്ല സൂപ്പറാണ്. ഇപ്പൊ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാനും അങ്ങനെയൊക്കെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല സുഖത്തിലിരുന്ന് അതൊക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ. ഇതെൻ്റെ അനിയത്തി കേട്ടോ. അവൾക്ക് എന്ത് കിട്ടിയാലും അവള് സ്നാപ്പൊക്കെ ഇട്ടു. അവളൊരു സ്നാപ്പോളിയാണേ. അങ്ങനെ ഞാൻ ഉച്ചക്കത്തേക്ക് കുറച്ച് ബീഫ് വാങ്ങിക്കാൻ പോയേ. നമുക്ക് ബാംഗ്ലൂർ ബീഫ് അങ്ങനെ കോമൺ അല്ലെങ്കിൽ നമുക്ക് ചില ഷോപ്പിലൊക്കെ കിട്ടുവേ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് എനിക്ക് ചേട്ടൻ ഒരു പോസൊക്കെ തന്നു കേട്ടോ. ഇത് ഞാൻ സ്റ്റേ ചെയ്യുന്ന എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മളിപ്പോൾ കണ്ടതാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ബീഫൊക്കെ കൊണ്ടുവന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ചധികം തന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അലക്കാനൊക്കെ എടുത്തു. എല്ലാം അലക്കി നല്ലൊരു കുളിയും പാസ്സാക്കി കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയറിലേക്ക് കടന്നേ. സ്കിൻ കെയർ എന്നൊന്നും പറയാനില്ല, ചെറുതായിട്ടൊരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും, അതൊക്കെ തന്നെയായിട്ട് എൻ്റെ സ്കിൻ കെയർ. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ വീഡിയോ എന്താ തല തിരിഞ്ഞിരിക്കുന്നതെന്ന്. അത് ഞാൻ എടുത്തതിലുള്ള മിസ്റ്റേക്ക് ആട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കഷ്ടപ്പെട്ടെടുത്തല്ലേ, അത് കളയണ്ടെന്ന് വിചാരിച്ചത് അവിടെ കിടക്കട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ചെറിയ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കുക്കിങ്ങിലേക്ക് കടന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ച ബീഫും അതേപോലെ ബീഫ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇടാവേ, ബീഫിൻ്റെ റെസിപ്പി. അങ്ങനെ നല്ല രസമില്ല എൻ്റെ ബീഫ് കറിയൊക്കെ കാണാൻ. അപ്പോൾ നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറും ബീഫും അതേപോലെ തന്നെ മോരുകറി ആയിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് നമ്മുടെ റൂമിൻ്റെ താഴെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി. അതിനുശേഷം നമുക്ക് യൂട്യൂബിലിടാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഞാൻ പാലും അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. കാരണം നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാം. പെട്ടെന്നാണ് കേട്ടോ കറണ്ട് പോയത്, അതാണ് ഇരുട്ടായി പോയത്. പിന്നെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി. എന്തോ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര രുചിയാണെന്ന് ഞാൻ തന്നെ പറയണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രുചി ഉണ്ടായിരുന്നു പായസം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബീഫ് അതേപോലെ 2 പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ചു. പിന്നെ ഞാൻ രാത്രിയിലത്തെ സ്കിൻ കെയറിലേക്ക് കടന്നു കേട്ടോ. സെയിം തിങ്, മോയ്സ്ചറൈസർ, ലിപ് ബാം. ഇതാട്ടോ എൻ്റെ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ. കാരണം ഞാൻ അങ്ങനെയാണ് ഇപ്പം എല്ലാ ദിവസവും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ ഞാൻ എൻ്റെ പതുക്കെയുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അപ്പം ഇതാട്ടോ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഇതിപ്പോൾ എൻ്റെ മാത്രമല്ല, ഇവിടെ ഒരു 1-2 വർഷം നിന്ന് കഴിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാവരും സൺഡേ വീട്ടിൽ തന്നെ ഇരിക്കും, കഴിക്കും, കിടന്നുറങ്ങും. എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അലക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. ഇതാട്ടോ ഇവിടെ ഉള്ള ഒട്ടുമിക്ക എല്ലാവരുടെയും ഡേ ഇൻ മൈ ലൈഫ്. കാരണം ഇന്നൊരു ദിവസമായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും ലീവ് കിട്ടുക. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ഗുഡ് നൈറ്റ്.